ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ഏത്തപ്പഴം കൊണ്ടുള്ള റെസിപ്പിയാണ്. ഏത്തപ്പഴവും കുറച്ച് ഗോതമ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാം. വൈകുന്നേരം ചായക്ക് കഴിക്കാനും അതുപോലെ സൂക്ഷിച്ച് വയ്ക്കാനും കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് വന്ന് കഴിച്ചുകൊണ്ടിരിക്കാനും ഒക്കെ പറ്റിയൊരു സ്നാക്കാണ് നമ്മുടെ ഗോതമ്പ് പൊടിയും ഏത്തപ്പഴവും ചേർത്തുള്ള ഹൽവ. അധികം സമയം വേണ്ട കേട്ടോ, കുറേ വരട്ടി കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല, എളുപ്പത്തിൽ ഉണ്ടാക്കാം. നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോയത് കേട്ടോ. പലരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ സബ്സ്ക്രൈബിൻ്റെ കാര്യം ആദ്യമേ പറഞ്ഞത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഹൽവ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 4 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. വലിയ ഏത്തപ്പഴം അല്ല, ചെറിയ ഏത്തപ്പഴമാണ്. അതുകൊണ്ടാണ് ഞാൻ 4 എടുത്തിട്ടുള്ളത്. വലിയ ഏത്തപ്പഴമാണെങ്കിൽ 3 ആയാലും മതി. ഇതുപോലെ നന്നായിട്ട് പഴുത്ത് തൊലി കറുത്തു തുടങ്ങിയ ഏത്തപ്പഴം എടുക്കുക കേട്ടോ. നന്നായിട്ട് മധുരമുള്ള ഏത്തപ്പഴം വേണം. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലത്തെ ഏത്തപ്പഴം എടുക്കുന്നത്. ഇതിലേക്കായിട്ട് പിന്നെ വേണ്ടത് 1/2 കപ്പ് ഗോതമ്പ് പൊടി. സാധാരണ ഗോതമ്പ് പൊടി, നമ്മൾ പുട്ടൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന ഗോതമ്പ് പൊടി, വറുത്തൊന്നും എടുക്കണ്ട. പിന്നെ വേണ്ടത് ശർക്കരയാണ്. ശർക്കര 100 ഗ്രാമാണ് വേണ്ടത്. അല്ലെങ്കിൽ പഞ്ചസാര ചേർക്കാം. പഞ്ചസാര ആകുമ്പോൾ ഒരു 75 ഗ്രാം പഞ്ചസാര മതി. ഒരുപാട് മധുരമുള്ള രീതിയിലുള്ള റെസിപ്പിയല്ല. ശർക്കരയ്ക്ക് പകരം പഞ്ചസാര ചേർക്കുകയാണെങ്കിൽ 75 ഗ്രാം, ശർക്കരയാണ് ചേർക്കുന്നതെങ്കിൽ 100 ഗ്രാം. ആ ഒരളവ് ഓർത്തിരുന്നാൽ മതി. പിന്നെ ആവശ്യമുള്ളത് നെയ്യ്. അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ ചേർക്കണം എന്നില്ല. കാഷ്യൂനട്ടും ആൽമണ്ട്സും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് വേറെ ഡ്രൈ ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളത് ഇത് രണ്ടുമാണ്. അതുകൊണ്ട് ഞാനത് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ പഴം ഒന്ന് അരച്ചെടുക്കണം. അതിന് ശേഷം വേണം നമുക്ക് ഹൽവ തയ്യാറാക്കാൻ. പഴം അരച്ചെടുക്കാനായിട്ട് നമ്മൾ പഴം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. വലിയ ജാറിൽ കൊള്ളാനൊന്നും അത്ര ഉണ്ടാവില്ല, ചെറിയ ക്വാണ്ടിറ്റിയല്ലേ ഉള്ളൂ. അപ്പോൾ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് അരഞ്ഞു കിട്ടണം കേട്ടോ. കുറച്ച് വലിയ പീസുകളായിട്ടാണെങ്കിലും കട്ട് ചെയ്തിട്ടാലും കുഴപ്പമില്ല. നമ്മൾ അരച്ചെടുക്കുമ്പോൾ കറക്റ്റായിട്ട് അരഞ്ഞു വന്നോളും. പിന്നെ അരയ്ക്കുമ്പോൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, തനിയെ അത് പഴത്തിലുള്ള ആ വെള്ളത്തിൽ തന്നെ അരഞ്ഞു വന്നോളും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ ശർക്കരയുടെ അളവ് ഇരട്ടിയായിട്ട് എടുക്കരുത്, 3-1 എടുക്കുക കേട്ടോ. ഇല്ലെങ്കിൽ ഇരട്ടിയായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ വല്ലാതെ മധുരമായി പോവും. അപ്പോൾ നിങ്ങളൊരു 8 പഴം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 175 ഗ്രാം ശർക്കര വരെ മതിയാവും. അപ്പോൾ നമ്മുടെ പഴം മുഴുവൻ നമ്മളിതാ കട്ട് ചെയ്ത് കഴിയുന്നുണ്ട്. പിന്നെ വേണ്ടത് ഏലക്കപ്പൊടിയൊക്കെയാണ് കേട്ടോ. ഏലക്കപ്പൊടി നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 3 ഏലക്ക ഈ പഴത്തിൻ്റെ കൂടെ ചേർത്ത് അരച്ചെടുക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ഏലക്കയുടെ തൊലി കടിക്കാൻ കിട്ടും. അത് കിട്ടാതിരിക്കാനാണ് നമ്മൾ പഞ്ചസാര ചേർത്ത് പൊടിച്ചെടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിനി ഇത് അരച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ പഴം എന്താ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ ശർക്കര പാനി റെഡിയാക്കാം. ശർക്കര പാനി എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 100 ഗ്രാം ശർക്കര 1/2 കപ്പ് വെള്ളത്തിലാണ് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. ഒരുപാട് വെള്ളം വേണ്ട, അത് പിന്നെ നമ്മൾ തന്നെ ഇളക്കി ബുദ്ധിമുട്ടേണ്ടി വരും. അതുകൊണ്ട് 1/2 കപ്പ് വെള്ളത്തിലൊന്ന് ശർക്കര മെൽറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ നമ്മുടെ പാനിലേക്ക് നെയ്യ് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ ഒരു ടിന്നിൽ ഉള്ള നെയ്യ് മുഴുവൻ ചേർത്തിട്ടുണ്ട്. 30 ഗ്രാം നെയ്യ് ചേർത്തിട്ടുണ്ട്. ഇത് പോരാതെ വരികയാണെങ്കിൽ വീണ്ടും നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കും. ഒരു 50 ഗ്രാമോളം നെയ്യ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ആദ്യം 30 ഗ്രാമാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. അപ്പോൾ കംപ്ലീറ്റ് നെയ്യും പോരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കവിഴ്ത്തി പിടിച്ചിരിക്കുന്നത്. ഇനി നെയ്യൊന്ന് ചൂടായി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടി ഉണ്ടല്ലോ, ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെക്കണം. അതിന് ശേഷം ഗോതമ്പ് പൊടി ചേർക്കുക. ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി വേഗം തന്നെ കരിഞ്ഞു പോകും. ഗോതമ്പ് പൊടി നെയ്യ് നന്നായിട്ട് അബ്സോർബ് ചെയ്ത് വരണം. അതിനനുസരിച്ച് നമുക്ക് നെയ്യ് ഉണ്ടാവണം. ഇത് കണ്ടോ, ഇപ്പോൾ ഗോതമ്പ് പൊടി നെയ്യ് കംപ്ലീറ്റ് അബ്സോർബ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഗോതമ്പ് പൊടി ഒരു 3-4 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ലോ ഫ്ലെയിമിലായിരിക്കണം, ഹൈ ഫ്ലെയിമിലാവരുത്, കരിഞ്ഞു പോകരുത്. അതുകൊണ്ടാണ് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് എടുത്തു പറയുന്നത്. ഗോതമ്പ് പൊടി കുക്കായി വരുമ്പോൾ നല്ലൊരു മണം വരും കേട്ടോ, നെയ്യിൽ കുക്കായി വരുമ്പോൾ. ഇപ്പോൾ ഗോതമ്പ് പൊടിയുടെ കളറൊന്നും മാറിയിട്ടില്ല, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ കളറൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊരു മണം വരും. അതുവരെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ വീണ്ടും കുറച്ചുകൂടി നെയ്യ് ചേർത്ത് കൊടുത്തു കേട്ടോ. അതുകൊണ്ടാണ് ഇതുപോലെ ലൂസായിട്ട് നിൽക്കുന്നത് ഗോതമ്പ്. അല്ലെങ്കിൽ ആ തിക്കായിട്ട് തന്നെ നിന്നേനെ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ഗോതമ്പ് പൊടി കുക്ക് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ നിങ്ങൾ ഏലക്ക പൊടിച്ച് വെച്ചിട്ടില്ലെങ്കിൽ ഈ സമയത്താണെങ്കിലും ഈ ഗോതമ്പിലേക്കാണെങ്കിലും ഏലക്ക 2-3 എണ്ണം ചതച്ചിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ പഴത്തിൻ്റെ കൂടെ അരച്ച് ചേർക്കാം. എന്നാണെങ്കിൽ ഏലക്കയുടെ തൊലി മാറ്റിയെടുത്തിട്ട് ചേർക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇതുപോലെ പതഞ്ഞ് വന്നുകൊണ്ടിരിക്കും. അതൊന്ന് ഇളക്കി
പാകത്തിനാക്കിയെടുക്കുക. പിന്നെ ആദ്യം നമ്മുടെ കാഷ്യൂനട്ടും ആൽമണ്ട്സും ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് ആ നെയ്യിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഗോതമ്പ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. പക്ഷേ നമ്മൾ ലാസ്റ്റ് നെയ്യിൽ അത് വറുത്തിടുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ഫ്രൈ ചെയ്യുന്ന കാര്യം പറയാതിരുന്നത്. നെയ്യ് കുറച്ച് മതി എന്നുണ്ടെങ്കിൽ ആദ്യമേ കാഷ്യൂനട്ടും റൈസിൻസും അല്ലെങ്കിൽ കാഷ്യൂനട്ടും ആൽമണ്ട്സും ഏത് ഡ്രൈ ഫ്രൂട്ട്സ് ആണോ നമ്മൾ ചേർക്കുന്നത് അല്ലെങ്കിൽ ഡ്രൈ നട്ട്സ് ആണോ ചേർക്കുന്നത് അത് ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷം മാത്രം ഗോതമ്പ് പൊടി ചേർത്ത് ഇതുപോലെ കുക്ക് ചെയ്തെടുക്കുക. ഗോതമ്പിൻ്റെ കളർ മാറണം. അത് നമ്മൾ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. കൈ എടുത്തിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. നന്നായിട്ട് നെയ്യിലേക്ക് ഇടന്ന് ചൂടായിരിക്കുന്ന ഗോതമ്പല്ലേ, അതുകൊണ്ടാണ് കൈയെടുക്കാതെ ഇളക്കണം എന്ന് പറയുന്നത്. ഗോതമ്പിൻ്റെ കളർ മാറുന്നതനുസരിച്ചാണ് നമ്മുടെ ഹൽവയുടെ കളർ ഉണ്ടാവുക. പഞ്ചസാര ചേർത്ത ഹൽവയാണെങ്കിൽ കുറച്ച് ലൈറ്റ് കളറായിരിക്കും. ശർക്കര ചേർത്ത ഹൽവയാണെങ്കിൽ ഇതുപോലെ ഡാർക്ക് കളറായിട്ട് വരും. അത് നിങ്ങൾക്ക് താല്പര്യം അനുസരിച്ച് ചേർക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഗോതമ്പിൻ്റെ ഒരു നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഗോതമ്പൊക്കെ കുക്കായി തുടങ്ങി. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന പഴം ഉണ്ടല്ലോ, ആ പഴം ചേർത്ത് കൊടുക്കാം. ഇത് കണ്ടോ, ഗോതമ്പിൻ്റെ ടെക്സ്ചർ മാറി വരും. ഇതുപോലെ ഇങ്ങനെ തിക്കായി വരും. അപ്പോഴാണ് നമ്മൾ പഴം ചേർത്ത് കൊടുക്കുന്നത്. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം പഴം ചേർത്ത് കൊടുക്കാനും. ഇനി ഇത് രണ്ടും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇളക്കുന്നത്. ഇനി പഴത്തിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടല്ലോ, അതൊന്ന് വറ്റി വരുന്നത് വരെ നമ്മൾ ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. കട്ടിയാവും, അപ്പോൾ അതൊന്ന് ഇളക്കി ലൂസാക്കി എടുക്കാം. കട്ടിയായി എന്ന് വെച്ചിട്ട് ഒരു കുഴപ്പമില്ല. നമ്മളത് ശർക്കരപ്പാനി ചേർക്കുമ്പോൾ ലൂസായി വരും. പഴവും കുക്കായി വരണം. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇതൊരു 5 മിനിറ്റ് മുതൽ 7 മിനിറ്റ് വരെ എടുക്കും കേട്ടോ പഴം വരണ്ട് വരാനായിട്ട്. കുറച്ച് സമയം എടുക്കുന്ന പ്രോസസ്സാണ്. ഞാനിതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കട്ടെ. പഴം ഒന്ന് വരട്ടി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കാണാം. അപ്പോൾ നമ്മുടെ പഴവും ഗോതമ്പ് പൊടിയും എല്ലാം ചേർന്ന് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിലാണ് നിങ്ങൾ പഞ്ചസാരയാണ് ചേർക്കുന്നതെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ടത്. പഞ്ചസാര ഡയറക്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യുക. അതിനുശേഷം നന്നായിട്ട് മെൽറ്റ് ചെയ്ത് ആ പഞ്ചസാരയിലുള്ള വെള്ളമൊക്കെ വറ്റുന്നത് വരെ വീണ്ടും വറ്റിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ശർക്കരപ്പാനി റെഡിയാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് ഞാനിപ്പോൾ ശർക്കരപ്പാനി ചേർക്കാൻ പോവുകയാണ്. 1/2 കപ്പ് വെള്ളത്തിലാണ് 100 ഗ്രാം ശർക്കര മെൽറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കുക. ഈ കട്ടയൊക്കെയുള്ളതൊക്കെ ഒന്ന് ഉടച്ചെടുക്കുക. ശർക്കരപ്പാനിയും കൂടി പഴത്തിലേക്കും ഗോതമ്പ് പൊടിയിലേക്കും നന്നായിട്ട് മിക്സായി വരണം. ഒന്ന് കുറുകി വരുമ്പോൾ നമ്മൾ ഫ്ലെയിം ഏറ്റവും ചെറുത് ആക്കി വയ്ക്കുക. അതിന് ശേഷം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. കട്ടകളുണ്ടെങ്കിൽ ഹൽവ കഴിക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ കട്ടകളൊക്കെ ഉടച്ചെടുത്തിട്ട് ഹൽവ റെഡിയാക്കുന്നത്. ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ കട്ടകളൊക്കെ ഉടഞ്ഞു വന്നോളും. ഈ ഹൽവയാണെങ്കിൽ വേഗം ഉണ്ടാക്കാം കേട്ടോ, അധികം സമയം എടുക്കില്ല. അതുപോലെ തന്നെ നമുക്ക് ഒരു 3-4 ദിവസം സൂക്ഷിച്ച് വയ്ക്കാം. ചെറിയ ക്വാണ്ടിറ്റി ആകുമ്പോൾ 3-4 ദിവസം റൂം ടെമ്പറേച്ചറിൽ സൂക്ഷിച്ച് വെച്ചു എന്ന് വെച്ചിട്ട് കുഴപ്പമില്ല. അതിലും കൂടുതൽ ദിവസം വയ്ക്കണം എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം. അപ്പോൾ എപ്പോഴും ചെറിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കി ഫ്രഷ് ആയിട്ട് കഴിക്കുകയാണ് നല്ലത്. അധികം ജോലിയൊന്നുമില്ലല്ലോ, വേഗം തന്നെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ കണ്ടോ കട്ടയൊക്കെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇങ്ങനെ ഇളക്കി മറിച്ചെടുക്കാം. സാധാരണ നമ്മുടെ ഹൽവയുടെ പാകം ആയി വരുന്നത് വരെ ഒരു 2 മിനിറ്റും കൂടി ഇതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് മറിച്ചെടുക്കാം. ഈ ഒരു സ്റ്റേജിൽ വീണ്ടും നമുക്ക് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഞാനിപ്പോൾ ആകെ 1 ടീസ്പൂണാണ് ഇതിലേക്ക് ഏലക്കപ്പൊടി ചേർക്കുന്നത്. ആദ്യം 1/2 ടീസ്പൂൺ ചേർത്തു, പിന്നീട് 1/2 ടീസ്പൂൺ. ഇനി ഏലക്കപ്പൊടി നമ്മുടെ ഹൽവയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ ആയി വരട്ടെ. ഇപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ചെറിയ ബൗളിലാക്കി സെർവ് ചെയ്യുകയാണെങ്കിൽ നെയ്യ് തടവി ഒന്നും വെക്കണ്ട, നമുക്ക് ഉടനെ കഴിച്ച് തീർക്കാവുന്ന ക്വാണ്ടിറ്റിയേ ഉള്ളൂ. പിന്നെ നമ്മളത് ഹൽവയുടെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാനാണ് പരിപാടി എന്നുണ്ടെങ്കിൽ ഒരു പ്ലേറ്റിലേക്ക്, സ്റ്റീൽ പ്ലേറ്റിലേക്കോ ഗ്ലാസിൻ്റെ പ്ലേറ്റിലേക്കോ നെയ്യ് തടവിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള പ്ലേറ്റിൽ നെയ്യ് തടവി വയ്ക്കുക. അതിന് ശേഷം അതിലേക്ക് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നെയ്യ് തടവി വെച്ചാൽ വിട്ട് പോരാൻ എളുപ്പമുണ്ടാവുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ വിട്ട് പോരാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതുപോലെ ഇങ്ങനെ പാനിൽ നിന്ന് വിട്ട് വരുന്നതാണ് പാകം. ഇത് ഓവറായിട്ട് മൂപ്പ് കൂടിപ്പോയിട്ടുണ്ടെങ്കിലും നമുക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. കുക്കിംഗ് കുറഞ്ഞു പോയാലും ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരു 2 മിനിറ്റ് ശർക്കരപ്പാനി ചേർത്തിട്ടൊരു 2 മിനിറ്റ് ഇതുപോലെ ആക്കിയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇതിലേക്ക് ഇപ്പോൾ ഞാൻ കുറച്ച് ആൽമണ്ട്സൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. ഒന്ന് ഇടയ്ക്ക് കടിക്കാൻ കിട്ടാൻ പാകത്തിൽ. കാഷ്യൂനട്ട്സും ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിൽ. ഇടയ്ക്കൊന്നും നമുക്ക് കടിക്കാൻ കിട്ടണ്ടേ, അപ്പോൾ ഉൾഭാഗത്തൊക്കെ ആൽമണ്ട്സും കാഷ്യൂനട്ട്സും ഒക്കെ വേണ്ടേ.
അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇടയ്ക്ക് വേണ്ട മേളിലും താഴെയും മാത്രം മതി ഗാർണിഷിംഗ് എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി കേട്ടോ. ലാസ്റ്റും ഏറ്റവും മേളിലും ഒക്കെ ആയിട്ട് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുന്ന പാത്രത്തിൻ്റെ അടിഭാഗത്തും മുകൾ ഭാഗത്തും ഇട്ടിട്ട് സെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ഇത് കണ്ടോ, പിന്നെ നമ്മൾ തടവി എടുക്കുമ്പോൾ സ്പാറ്റിലയിൽ പിടിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഹൽവ പാകമായിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഇവിടെ ഇതുപോലൊരു ഗ്ലാസ് ബൗളിൽ നെയ്യ് തടവി വെച്ചിട്ടുണ്ട്, അതിലേക്ക് മാറ്റാൻ പോവുകയാണ്. ഞാനിപ്പോൾ ഈ ബൗളിൻ്റെ അടിഭാഗത്തേക്ക് കുറച്ച് കാഷ്നട്ടും ആൽമണ്ട്സും ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇത് അടിഭാഗത്തും മുകൾ ഭാഗത്തും ഒരുപോലെ വരാനായിട്ടാണ് നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഹൽവ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഇട്ട് കൊടുക്കും. അപ്പോൾ ഇനി നമുക്ക് ചൂടോടുകൂടി തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഹൽവ ഈ ബൗളിലേക്ക് മാറ്റാം. കുറച്ച് നെയ്യും കൂടി എടുത്ത് അടുപ്പിച്ച് വെക്കാം കേട്ടോ, ഒരു സ്പൂണും. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാൻ പാകത്തിനാണ് നമ്മളൊരു സ്പൂണും കുറച്ച് നെയ്യും അടുപ്പിച്ച് വെക്കാന്ന് പറയുന്നത്. സ്പൂണിൻ്റെ ബാക്കിൽ കുറച്ച് നെയ്യ് തടവി കൊടുത്തിട്ട് നമുക്ക് ലെവലാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇതുപോലൊരു സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിലേക്ക് കുറച്ച് നെയ്യ് ഒന്ന് തടവി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതുപോലെ ഇങ്ങനെ ലെവലാക്കി കറക്റ്റ് ഷേപ്പാക്കി എടുക്കണം. ഒന്ന് ഇത്തിരി ബലം കൊടുത്ത് ഷേപ്പാക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് കംപ്ലീറ്റ് നമ്മൾ ആദ്യം റെഡിയാക്കി എടുക്കുക. അതിന് ശേഷം നടുഭാഗം റെഡിയാക്കുക കേട്ടോ. സൈഡ്സിലൊക്കെ നെയ്യ് ഇങ്ങനെ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ചുകൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കുക സ്പൂണിൻ്റെ ബാക്കിലേക്ക്. ബൗൾ തിരിച്ച് വെച്ച് കൊടുത്തിട്ട് എല്ലാ സൈഡും കറക്റ്റാക്കി എടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലും നമുക്ക് കാഷ്നട്ടും ആൽമണ്ട്സും ഇട്ട് കൊടുക്കേണ്ടതാണ്. രണ്ട് സൈഡിലും അതുപോലെ തന്നെ നമ്മൾ ഹൽവ കഴിക്കുമ്പോൾ ഉൾഭാഗത്തും ഒക്കെ കാഷ്നട്ടും ആൽമണ്ട്സും ഉണ്ടാവണം, അപ്പോഴാണ് ടേസ്റ്റ്. ഇല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇത്തിരി ആയിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഹൽവ സെറ്റ് ചെയ്യുന്നത് കണ്ടല്ലോ. ഇതിന് ചൂട് കംപ്ലീറ്റ് മാറി കഴിഞ്ഞിട്ടേ കട്ട് ചെയ്യാൻ പാടുള്ളൂ, ഇപ്പോൾ തന്നെ കട്ട് ചെയ്യരുത്. അപ്പോൾ ഞാനിനി ഇതിൻ്റെ മുകളിൽ ബാക്കിയുള്ള കാഷ്നട്ടും ആൽമണ്ട്സും ഒക്കെ ഇടാൻ പോവാണ്. ഇപ്പോൾ നമ്മുടെ ഹൽവയുടെ സെറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതൊരു 3 മണിക്കൂറും മിനിമം നമ്മൾ റൂം ടെമ്പറേച്ചറിലാവാൻ വേണ്ടി വെക്കുക. അതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ നമ്മൾ രാവിലെ ആണെങ്കിൽ ഹൽവ റെഡിയാക്കുന്നതെന്നുണ്ടെങ്കിൽ വൈകിട്ട് കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ. ഉറുമ്പ് കയറാത്ത രീതിയിൽ സൂക്ഷിച്ച് വെക്കണം എന്ന് മാത്രം. പിന്നെ കട്ട് ചെയ്തിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലാക്കി റൂം ടെമ്പറേച്ചറിൽ തന്നെ സൂക്ഷിക്കാം, ഇല്ലെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. 2-3 ഏത്തപ്പഴവും അരക്കപ്പ് ഗോതമ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാവുന്ന കാര്യമല്ലേ ഉള്ളൂ. അപ്പോൾ വീട്ടിലെല്ലാവർക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഹൽവ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കും, നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.